അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ പഠന മന്ദിരത്തിൽ സയ്യിദ് അഹമ്മദ് മോനെ ഒരു പാട്ട് പരിശീലിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് 5 വഖത്ത് നിസ്കാരം ഒരു മുസ്ലിമിനെ ഒഴിച്ചുകൂടാനൊക്കാത്തയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 5 വഖത്ത് നിസ്കാരത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു ബോധം കൊടുക്കുന്നൊരു പാട്ട്. എന്താണ് ആദ്യത്തെ പാട്ട്? എന്താണ്? അല്ലാണയാണ് എനിക്കിഷ്ടം, 5 നേരം അതോർത്തില്ലേ നഷ്ടം. അല്ലാണയാണ് എനിക്കിഷ്ടം എന്ന് പാടിയ മോനെ. അല്ലാണയാണ് എനിക്കിഷ്ടം, 5 നേരം അതോർത്തില്ലേ നഷ്ടം. 5 നേരം അതോർത്തില്ലേ നഷ്ടം. നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടം ഉണ്ടാവും എന്തോർത്തില്ലെങ്കിൽ. നിസ്കാരത്തെ നിസ്കാരവും ആരെ ഓർക്കാൻ വേണ്ടിയാണ്? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാ. അപ്പൊ നമുക്കിന്ന് ആ നിസ്കാരത്തെ കുറിച്ച് 5 വഖത്ത് നിസ്കാരത്തെ മോനെ അറിയാമല്ലോ. എന്തൊക്കെയാണ്? ളുഹർ, സുബ്ഹി, അസ്ർ, മഗ്രിബ്, ഇശാ അല്ലേ? അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോലും എന്താണ്? 5 വഖത്ത് നിസ്കാരം ഓർമ്മ വരും. എന്താണ് അറിയാ? ആ ഇസ്ലാം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഐ അല്ലേ? അപ്പൊ ഇഷ. പിന്നെ ഏതാണ്? ഇസ്ലാം രണ്ടാമത്തെ അക്ഷരം എന്താണ്? എസ് അല്ലേ? സുബഹി. പിന്നെ മൂന്നാമത്തെ അക്ഷരം ഏതാണ്? എല്ല്. അതാണ് ളുഹർ. പിന്നെ 4-മത്തെ അക്ഷരം എ അല്ലയോ? അസർ അല്ലേ? 5-മത്തെ ഇസ്ലാമിന്റെ 5-മത്തെ അക്ഷരം ഏതാണ്? മഗ്രിബ്. അപ്പൊ എന്തൊക്കെ വന്ന്? 5 വഖത്ത് നിസ്കാരം വന്ന് ഇല്ലേ? ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞപ്പോ തന്നെ ഇസ്ലാം എന്ന് എഴുതുമ്പോ എന്തൊക്കെ വന്ന അതിനകത്ത്? എന്തൊക്കെ വന്ന് പറഞ്ഞേ? ഇസ്ലാം ആദ്യത്തെ നമുക്ക് ഇഷ വെച്ചെടുക്കാം. ഇഷ. ഇഷയ്ക്ക് അയ്യല്ലേ വരുന്നേ? ഇഷ. പിന്നെ എസ് ആവുമ്പോ എന്തായി? സുബഹി ആയി. പിന്നെ എല്ലാവുമ്പോഴോ? ളുഹർ. അത് കഴിഞ്ഞിട്ട് എന്താണ്? എ വന്നാലോ? അസറായി. പിന്നെ എം വന്നാലോ? മഗ്രിബ് ആയി. കണ്ടാ? അപ്പൊ ഇസ്ലാമിൽ എഴുതുമ്പോ തന്നെയും 5 വഖത്ത് നിസ്കാരമാണ് അല്ലേ? അപ്പൊ നമുക്ക് 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ച് പാട്ടൊന്ന് പഠിച്ചു തരാം. ഒന്ന് പഠിക്കണം കേട്ടാ. നോക്കിക്കോ. നിസ്കാരങ്ങൾ 5 എന്ന് പറഞ്ഞു. നിസ്കാരങ്ങൾ 5, 5 ചെയ്യൽ ഫർളാണ്, ഉച്ചക്കുള്ളത് ളുഹറാണ്, വൈകുന്നേരം അസറാണ്, മഗ്രിബ് വേണ്ടത് സന്ധ്യക്ക്, പിന്നെ ഇശാവും അന്തിക്ക്. ഒന്നുകൂടെ പാടാം. എന്താ? ഒന്നൊക്കെ പഠിക്കോ. നിസ്കാരങ്ങൾ 5, 5 ചെയ്യൽ ഫർളാണ്, ഉച്ചക്കുള്ളത് ളുഹറാണ്, വൈകുന്നേരം അസറാണ്, മഗ്രിബ് വേണ്ടത് സന്ധ്യക്ക്, പിന്നെ ഇശാവും അന്തിക്ക്. മാഷാ അല്ലാഹ്. പഠിച്ചില്ലേ? നമ്മുടെ കൂട്ടുകാരെല്ലാം പഠിക്കും ഇത് കേട്ടിട്ട് അല്ലേ? ഒന്നുകൂടെ പാടിയ നിസ്കാരത്തെ കുറിച്ച് പാട്ട്. നിസ്കാരങ്ങൾ 5, 5 ചെയ്യൽ ഫർളാണ്, ഉച്ചക്കുള്ളത് ളുഹറാണ്, വൈകുന്നേരം അസ്റാണ്, മഗ്രിബ് വേണ്ടത് സന്ധ്യക്ക്, പിന്നെ ഇശാവും അന്തിക്ക്. 5 ചെയ്യൽ 5 തീരെ പുലരാ നേരം സുബഹല്ലേ, 5 തീരെ ഒഴിക്കല്ലേ. എന്താ പറയുന്നത്? പുലരാ നേരം സുബഹല്ലേ, 5 തീരെ ഒഴിക്കല്ലേ. കണ്ടോ? 5 വഖത്ത് നിസ്കാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അല്ലേ 5 വഖത്ത് നിസ്കാരം അല്ലേ? നമുക്ക് ഒന്നുകൂടെ പാടി നിർത്താം അല്ലേ? ഒന്ന് പാടിക്കോ. നിസ്കാരങ്ങൾ 5, 5 ചെയ്യൽ ഫർളാണ്, ഉച്ചക്കുള്ളത് ളുഹറാണ്, വൈകുന്നേരം അസറാണ്, മഗ്രിബ് വേണ്ടത് സന്ധ്യക്ക്, പിന്നെ ഇശാവും അന്തിക്ക്, പുലരാ നേരം സുബഹല്ലേ, 5 തീരെ ഒഴിക്കല്ലേ. അല്ലാഹു തആല 5 വഖത്ത് നിസ്കാരം നിലനിർത്തുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.